ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതിലോട്ട് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഉപ്പ് കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഉപ്പ് കൂട്ടി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഈ അരിയിൽ പിടിക്കാത്ത, മാവിൽ പിടിക്കാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ വലിയ ഉള്ളി, തക്കാളി, ചെറിയ ജീരകം ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ മുട്ട ഉള്ളവരാണെങ്കിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കോഴിമുട്ട ചേർക്കുന്നില്ല. ഇവിടെ കോഴിമുട്ടയുടെ ടേസ്റ്റ് മാവിൽ വല്ലാണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമ്മൾ പച്ചക്കറിയുടെ അളവ് കുറച്ചിട്ട് കോഴിമുട്ട ചേർത്തിട്ടുള്ള ഇത് വേറെ റെസിപ്പി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഈ മാവ് എത്തുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. ചില ആളുകൾ ഈ സമയത്താണ് ഉപ്പ് ചേർക്കുക. അപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതേപോലെ വെള്ളപ്പച്ചട്ടിയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.